ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. എന്നാൽ ചെറിയൊരു പുതുമയുണ്ട്. അപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പി. അപ്പോൾ ഈ ഒരു ബ്രെഡ് കൊണ്ടുള്ള സ്നാക്ക് റെഡിയാക്കുമ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട കേട്ടോ, കറക്റ്റ് ഇത് തന്നെ മതി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറുകി പോകും. ഈ സമയത്ത് തീ വളരെ കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മൈദയും ബട്ടറുമായിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, മൈദയിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബബിൾസ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് പശുവിൻ പാലാണ് കേട്ടോ എടുക്കുന്നത്. തിളപ്പിച്ചിട്ടുള്ള പാലൊന്നുമല്ല, ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുമ്പ് എടുത്ത് വെച്ച് തണുപ്പ് മാറിയിട്ടുള്ള പാല്. ഇപ്പോൾ ഇവിടെ മൈദയുടെ കളർ ഒരു ഇത്തിരി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് ബ്രൗൺ കളർ ആവണ്ട കേട്ടോ, അത് തീ ഒരു ഇത്തിരി കൂടുതലായി പോയതുകൊണ്ടാണ്. അപ്പോൾ പാലൊഴിക്കുന്ന സമയത്തും അതിന് മുൻപൊക്കെ വളരെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറായിട്ടുള്ളൊരു സോസ് കിട്ടില്ല. വൈറ്റ് സോസ് ടേസ്റ്റ് വലിയ പ്രശ്നമില്ല, എന്നാലും ആ നല്ലൊരു കളർ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനിത് ചെറിയ തീയിൽ വെച്ചിട്ട് കട്ടയൊക്കെ മൊത്തത്തിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ചെറിയൊരു വിസ്ക് കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇത് സ്റ്റീലിൻ്റെ വിസ്ക് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഇതിലിട്ട് ഇളക്കുന്നില്ല, കാരണം നമ്മുടെ പാത്രത്തിന് ചെറിയ കോട്ടിങ് പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 2 നുള്ള് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പട്ട, നമ്മൾ ഗരം മസാലയിലൊക്കെ ഉണ്ടാകുന്ന പട്ട ഉണ്ടല്ലോ, അതും വളരെ ചെറിയൊരു പീസ് ചേർത്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മൈദ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി പോകും, പക്ഷെ കറക്റ്റ് നന്നായി കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയൊക്കെ ആയി കിട്ടുന്നവരെ ചെറിയ തീയിൽ വെച്ച് തന്നെ കട്ടയൊന്നുമില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു പാലിൻ്റെ മിക്സ് അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ നമ്മൾ വൈറ്റ് സോസ് റെഡിയാക്കുന്ന പാസ്തയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ്, കുറച്ച് സ്പൈസ് ആയിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ മധുരം ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു വൈറ്റ് സോസിലേക്ക് മധുരം വരുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ മധുരം ഒന്നങ്ങ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വൈറ്റ് സോസിൻ്റെ കണക്ക് എന്ന് പറയുന്നത് നമുക്ക് ബ്രെഡിലൊക്കെ ജാമൊക്കെ തേക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിലേക്ക് ആയി കിട്ടിയാൽ മതി. അപ്പോൾ സാധാരണ നമ്മൾ പാസ്തയ്ക്കൊക്കെ ചെയ്യുമ്പം ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഇത്തിരി കൂടെ ഒന്ന് കുറുകിക്കോട്ടെ, എന്നാൽ ഒരുപാട് കുറുകും വേണ്ട, കാരണം ഇതിപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കുമ്പോഴേക്കും കുറച്ചുകൂടെ കട്ടയാവും, അതായത് കുറച്ചുകൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു രീതിയിൽ ആവുന്ന സമയത്ത് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ചെറുതായിട്ട് വിട്ട് വരുന്ന ഈ ഒരു രീതിയിലാവുമ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് എടുത്ത് വെക്കുക. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ അങ്ങ് തിക്കായിക്കോളും. ഇനി ബ്രെഡ് വാട്ടിയെടുക്കണം. നമ്മൾ സാധാരണ നാടൻ രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, സാധാരണ മുട്ടയും പാലും ചേർത്തിട്ട് ബ്രെഡ് വാട്ടിയെടുക്കുക, അതാണ് ചെയ്യുന്നത്. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവിൻ പാലാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ചേർക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അത് ചേർക്കാം, കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ളി ഏലക്കാപ്പൊടി കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ. ഞാൻ ഇതിലേക്ക് ഒരു ഇത്തിരി ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ക്യാമറയിൽ കട്ടായി പോയതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 തുള്ളി ബദാം മിക്സിൻ്റെ എസൻസ് കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം എടുത്തു എന്നുള്ളൂ, ഒരു നിർബന്ധമില്ല. പിന്നെ ഉണ്ടെങ്കിൽ ഒരു തുള്ളി ഒഴിക്കുകയാണെങ്കിൽ നല്ലൊരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടും. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. ഇതിപ്പോൾ കയ്യിലുണ്ടായതുകൊണ്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മിക്സ് എന്ന് പറയുന്നത്. ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വാട്ടിയെടുക്കാനായിട്ട് 6 പീസ് ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മിൽക്ക് ബ്രെഡാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മിൽക്ക് ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മാത്രം വൈറ്റ് ബ്രെഡ് എടുക്കുക. ഇതാകുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കാം. ഇനി നമ്മൾ ആ മുട്ട പാലിൻ്റെ മിക്സിൽ ബ്രെഡ് ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട് ഈ എണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ സൈഡ് കളയണമെന്നുണ്ടെങ്കിൽ കളയാം, പക്ഷെ നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെയായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വേണമെന്നുള്ളവർക്ക് മാത്രം കളഞ്ഞാൽ മതി. ഇനിയൊന്നുമില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗവും ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ 6 പീസ് ബ്രെഡും ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കുക, സാധാരണ നമ്മൾ നാടൻ രീതിയിൽ വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ.
ഇപ്പോൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, സിമ്പിളായിട്ട് നമ്മൾ ബ്രെഡിൽ ജാമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഒരു പീസ് ബ്രെഡിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം, എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ. വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കിയിട്ടുള്ള ഒരു പീസ് ബ്രെഡ് കൂടെ വെച്ചിട്ട് അങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ത്രികോണം പോലെ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ നല്ലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബ്രെഡിന് ഒരു 4 ഭാഗമാക്കി മുറിച്ചെടുക്കുകയാണെങ്കിൽ കഴിക്കാനും സെർവ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, നല്ല ചെറിയ ചെറിയ പീസുകളായിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഈ ഒരു ബ്രെഡ് വാട്ടുക എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഈ ഒരു വൈറ്റ് സോസ് കൂടെ വരുന്ന സമയത്ത് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ വലിയവർക്കും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിലും കുറച്ച് ചൂടൊക്കെ ആറിയതിന് ശേഷം കഴിക്കുകയാണെങ്കിലും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. കാരണം ആ ഒരു സോസിൽ ഈ ഒരു ബ്രെഡൊക്കെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്